C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഞാനേ ഇനിയിപ്പോ ആ മച്ചൊന്ന് ക്ലീൻ ചെയ്തോണ്ട് വരട്ടെ. നീ ഒരു അരമണിക്കൂറും കൂടി ഇവിടെ ഇരിക്കും. കുറച്ചു നേരം കൂടെ നിക്ക്. നീ എന്താ ഈ പറയണ? ഞാനിവിടെ നിന്നോട് വർത്താനം പറഞ്ഞോണ്ടിരുന്ന രാത്രി നീ ഇവിടെ തന്നെ കിടക്കുവോ? 2 മിനിറ്റ് കൂടെ. എനിക്ക് ഒറ്റക്കിരുന്ന് മടുത്തോണ്ടാ. എന്തൊരു കഷ്ടം. അമ്പിളിക്കാ, ഈ പറമ്പ് എവിടം വരെ ഉണ്ട്? ഇതൊക്കെ നമ്മുടെയാണോ? ഈ വന്നപ്പോ തന്നെ അവകാശം ചോദിക്കാണ്. തൽക്കാലം ആ കല്ലേലിരിക്കും. ഇതൊക്കെ നിന്റെയാണ് കേട്ടാ. അമ്പിളിയേ, അനന്തേട്ടാ, എന്താണ് അവിടെ കിടക്കണേ? സമാധാനമായിട്ട് ഇങ്ങോട്ട് തണലത്ത് മാറി കിടന്നതാണ്. എന്തേ? അച്ഛൻ വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല, ഒന്നും പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ല. ഒന്നുമില്ല. ഇന്ന് മറ്റേ ഫുട്ബോൾ കളി തുടങ്ങാണല്ലോ. ഇന്ന് കളി തുടങ്ങിയാണോ? ഇന്ന് കളി തുടങ്ങില്ലേ? അയ്യോ, അപ്പൊ എല്ലാരും കാണാനുണ്ടോ? ഇന്ന് എല്ലാരും കളി കാണൂടാ. അപ്പൊ ഇന്ന് ആർക്കും ഉറക്കൂല്ല ഇവിടെ. ഇന്ന് ഒരാളും ഉറക്കണില്ല. ഞാനേ പങ്കാമ നീ ഒരു ടീം, അച്ഛൻ അമ്മ പുണ്യ മറ്റേ ടീം. നീ യുദ്ധം നടക്കാണ് ഇവിടെ. ഇന്ന് തന്നെ അങ്ങനെ കണ്ടു തുടങ്ങണമെന്നൊന്നുമില്ല. ഇന്ന് നമ്മുടെ ടീമിൽ ആ മെയിൻ ആളെ ഇറക്കണില്ലെന്ന് പറയുന്നുണ്ട്, പരിക്ക് കാരണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ അച്ഛനോട് പറയാൻ പറ്റൂ? ഉറപ്പായിട്ടും കാണേണ്ടി വരും. അത് ശരിയാക്കാം, ഞാൻ ക്ലിയർ ചെയ്യാം. ക്ലിയർ ചെയ്യണം. അതെ, ഇങ്ങനെ മാറ്. അവിടെ നിറച്ച് പുഴുവാണ്, ചൊറിയും. ഞാൻ ഇങ്ങനെ മാറി കിടന്നാണ്. നിറച്ച് പുഴുവാണ് ഇങ്ങനെ തൂങ്ങി വരണതേ. ഇനി വേറൊരു കാര്യം. എന്ത്? ഇല്ല, ഇതെന്റെ സ്ഥലമാണല്ലോ. ഇങ്ങനെ കിടക്കായിരുന്നല്ലോ. അവിടെ ഇരിക്കാം. നമ്മളാ പുണ്യയുടെ കാര്യത്തിൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? അത് എന്താ ചെയ്യണ്ടപ്പോ? അവനെ ആകെ പേടിച്ചിട്ട് അമ്മ ആകെ ടെൻഷൻ. ഞാനിത് എന്ത് ചെയ്യുമെന്ന് ആലോചിക്കാണ്. അപ്പൊ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടി വരുന്ന പറയണ അമ്മ. അതെന്തോ കണ്ട് പേടിച്ചാണ്. അത് ശരിയായിക്കോളൂന്നേ. ആണോ? പിന്നെ ഞാൻ പറഞ്ഞിട്ട് കേൾക്കില്ലടാ അവര്. എന്തോ പർദ്ദയിട്ട പെണ്ണിനെ കണ്ടെന്ന് പറയണേ. ഇവിടെ എവിടെ നിന്നാണ് അതിന് പർദ്ദയിട്ട പെണ്ണ്? അതിനെ ഞാനും അത് തന്നെ. ഇവിടെ പറഞ്ഞിട്ട പെണ്ണിനെ കാണേണ്ട യാതൊരു കാര്യം ഞാൻ അവനോട് എത്ര പ്രാവശ്യം പറഞ്ഞു. പക്ഷെ കേൾക്കണില്ല, എടുക്കണില്ലത്. ചില ജാതകക്കാർക്ക് അങ്ങനെയാണ്. എന്തോ ഇങ്ങനെ ശരിക്കും കണ്ട പോലെ തോന്നും, ഒന്നും ഉണ്ടാകേയില്ല. എന്നാ എന്തായാലും ആ ചെക്കൻ ഭയങ്കര വിഷമത്തിലാ. അത് കുഴപ്പമില്ല, ക്ലിയർ ആയിക്കോളും. അഞ്ചേട്ടൻ പോയിക്കോ, കേബിളിനെ ക്ലിയർ ചെയ്തോളാം. എന്താണ് കിടക്കണോടത്തിട്ടാണോ തുപ്പണ? അവിടെ പോണ വഴി വല്ലോടത്തിട്ട് തുപ്പ്. എന്നാ ശരിയാക്കണം കേട്ടോ. അത് ഞാൻ ശരിയാക്കാം. അതേ, അനന്തേട്ടനാണ് വന്നത്, മൂത്തേട്ടൻ. നീ അനന്തേട്ടനെ കണ്ടിട്ടുണ്ടാ? കണ്ടിട്ടില്ല, ഇപ്പൊ കേട്ടു. ഇന്നിവിടെ ആർക്കും ഉറക്കൂലെന്ന്. ഫുട്ബോൾ ടൂർണമെന്റ് ആണ്. അപ്പൊ അതിനു മുമ്പ് നിന്നെ ഇവിടെ നിന്ന് മച്ചുമോളിൽ എത്തിക്കണം. നീ ഇവിടെ ഇരുന്നോ സമാധാനമായിട്ട് കേട്ടാ. ഞാൻ ഇപ്പൊ വരാം. ഇവിടെ പാമ്പൊക്കെ ഉള്ളതാണ്, മിണ്ടരുത്. അയ്യോ, ഞാന് പറമ്പിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ചുവടെടുപ്പല്ലേ? നീയോ? പറമ്പിലോ? പറമ്പിലുണ്ടായിരുന്നല്ലേ? അതെന്താ പതിവില്ലാതെ? അങ്ങനെ പറയല്ല. എനിക്ക് നമ്മുടെ പറമ്പിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി വല്ല അടക്കയോ മാങ്ങയോ ചക്കയൊക്കെ പിറക്കി ഒരു ഭാഗത്ത് കൂട്ടാതെ ഉറക്കം വരാറില്ല. അപ്പൊ നീ ഇന്നലെ മെനങ്ങാന്ന് ഒന്നും തീരെ ഉറങ്ങിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? ഇനിയിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവരും ഉറക്കം പോകും, എന്റെ മാത്രമല്ല. അതെന്താ? അല്ല, ഈ ഫുട്ബോൾ ടൂർണമെന്റ് തുടങ്ങാൻ പോകല്ലേ ടിവിയിലേ? അത് ശരി. അതാണ്. അതെന്താ, നമ്മുടെ വീട്ടില് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ.
കുറച്ചു നേരമായിട്ട് മച്ചിന്റെ മേലൊരു ശബ്ദം. ശബ്ദമുണ്ടോ? എന്തേലും പെരിച്ചാഴി എന്തേലും ആവും. നീ ഒരു കാര്യം ചെയ്യ്, ഒരു കമ്പി ഇങ്ങനത്തെ ഞാൻ മേലെ കയറി. എന്തിന് അവിടെ ഇരിക്കേ? എന്തിനിപ്പ ഈ വയസ്സാം കാലത്ത് ഞാൻ അതിന്റെ മുകളിൽ കൊത്തി പിടിച്ച് കയറണേ? ഞാൻ പോയി നോക്കിയാ പോരെ? നല്ലൊരു കഥ എഴുതുമ്പോ ഒരു കാര്യം ചെയ്യ്, കൊല്ലാൻ പറ്റുന്ന കൊന്നേരെ. ഭയങ്കര ശല്യം. അതെ അതെ, ഭയങ്കര ശല്യാണ്. മിക്കവാറും 2 എണ്ണത്തിന് ഞാൻ തന്നെ തല്ലി കൊല്ലേണ്ടി വരും. ഈ 2 എണ്ണം ഉണ്ടോ? ഭയങ്കര ശല്യമുള്ള 2 എണ്ണം ഉണ്ട്. ബാക്കിയുള്ളത് അത്ര കുഴപ്പമില്ല. ഉണ്ടാക്കിയിടുമ്പോ ആലോചിക്കണേ. എന്താ വല്ലതും പറഞ്ഞോ? അല്ല, ഇത് ഈ മച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോ തന്നെ ആലോചിക്കണം. ഇങ്ങനത്തെ ശല്യങ്ങൾ ഉണ്ടാവുമല്ലോ. നല്ല രസമുള്ളൊരു സാധനം എഴുതിയിട്ടുണ്ട്, വായിച്ചു കേട്ടോ. അളിയാ, 2 പെരിച്ചാഴികളുടെ ശല്യം ആദ്യം തീരട്ടെ, എന്നിട്ട് മതിയില്ലേ കഥ? ഇത്തിരി കേട്ടിട്ട് പോടാ. തിരക്കുണ്ട് അളിയാ. എന്നാ നിന്റെ ഇഷ്ടം പോലെ വാ. Would be enough because it would give them the same number of points as Atletico, but the head-to-head goal difference is what counts in the case of a tie on points. The mosaic of the Camp Nou and the Barcelona hymn being sung as referee Mateo surprising presence on the bench as well. Atletico playing in yellow, Barca in their traditional red and blue. Barca, Alves in a bit of space. Adriano shoots. It's a typical Adriano shot. Unable to really test Courtois, but Koke with the ball. Villa to his right. And despite having missed out through injury, the first time he makes a run into space. Next weekend, have Atletico taken a tragic tale of helping us. അച്ഛാ പോയി. അച്ഛന്റെ ആളുടെ കളി തീർന്ന്. നമ്മുടെ ടീമാണ് അത്. അതാ കൊണ്ടുപോയി. Fabregas. Good run by Messi. കുട്ടികളും ചെയ്തവർക്ക് തിരിച്ചടിക്കൊന്നുമില്ലടാ. എനിക്കൊരു പേടിയുണ്ടായി. കുഴപ്പമില്ല, നിങ്ങളൊക്കെ ഉണ്ടല്ലോ കൂടെ. ആരപ്പോ അവിടെ ഏണി കൊണ്ട് വെച്ചേ? വല്ല കണ്ടു പേടിച്ചാണോ? ഞാൻ അപ്പഴേ പറഞ്ഞോ ചെയ്യാനെന്ന് പറഞ്ഞ ചെറുക്കന്റെ കാര്യം. ആണിന്റെ ഒച്ചയല്ലേ കേട്ടത്? ആണെ പെണ്ണാന്നിപ്പോ ചെല്ലും പറയപ്പോ പണി ഒപ്പിച്ച് വെച്ചിട്ട് എവിടാ? എന്തിനാണ് ഈ രാത്രി ഏണി ഉണ്ടെന്ന് ഇവിടെ ചാരിയത്? വെള്ളം എടുത്തേ, വെള്ളം എടുക്ക്. കാല് പൊട്ടിട്ട് എടുക്ക് നടക്ക്. എന്തിനീ ആവശ്യമില്ലാത്തോടത്തൊക്കെ വലിയ കാരണം എടുക്കണം. കാല് വേദനിക്കുന്നതാണ്. പതുക്കെ പതുക്കെ
വയ്ക്കോ പങ്കേവാ ആശുപത്രി കൊണ്ടുപോയി നടക്കാൻ പറ്റത്തില്ല, ഏതെങ്കിലും ഒരു വണ്ടി വിളിക്കുക. നീ ഒറ്റൊരുത്തനാ ടംബ്ലീന് കാരണം. അമ്മാവ് അപ്പുവേട്ടൻ ഈ പാതിരാക്കി ഇതുമലോട്ട് വലിഞ്ഞു കയറുമെന്ന് ഞാൻ അറിഞ്ഞ. അല്ല എനിക്കിത് കിട്ടണം. ഗോവിന്ദകുട്ടി, എനിക്കും ഫ്രൂട്ട്സ്, സമയാസമയത്ത് ഭക്ഷണം, കിടക്കാൻ നല്ല മുറി, സീലിംഗ് ഫാന്. അല്ലാ, നിന്റെയൊക്കെ സമയോടെ ഇത് പിടി. ഷാഹിന, പേടിക്കണ്ട, ഞാനാണ്. അമ്പിളിക്കാ ഉറങ്ങിയാണ് നീ? മയങ്ങി പോയതാ. ആ പുണ്യേട്ടൻ എങ്ങനെയുണ്ട്? ആ പുണ്യേട്ടന് ചെറിയ പരിക്കൊക്കെ ഉണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല. ഇതിന്റെ പുറത്തോട്ട് പിടച്ചു കയറിയിട്ടല്ലേ, ഞാൻ എന്ത് ചെയ്യാനാണ്? വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? പ്രശ്നമൊന്നുമില്ല. അപ്പുവേട്ടനെ കാണാൻ കുമാരി വന്നപ്പോ കൊണ്ടുവന്നാണ് ഉണ്ണിയപ്പം. എന്നാ കംപ്ലീറ്റ് എടുത്തോ, ഒന്നാക്കണ്ട. എന്നാ വെള്ളം കുടിച്ചോട്ടാ. വിശക്കണല്ലേ എനിക്ക്? നല്ല വിശപ്പുണ്ട്. അതാ കഴിച്ചോ. അത് പേടിച്ചു പോയാ ഒറ്റക്ക് ഇരുന്നിട്ട്? ആ ഇത് പ്രശ്നങ്ങളുണ്ടേ. ഞാൻ അതിന്റെ പുറകെ കിടന്ന് ഓടയിരുന്നു. ഞാനും സമാധാനമായിട്ടിരിക്കല്ല. നീ കഴിച്ചോ? വേണ്ട, ഇറങ്ങൂല എനിക്ക്. അതെ അമ്പിളിക്ക, നമ്മുടെ ജീവിതം ഈ മച്ചിന്റെ മുകളിൽ തീരുവോ? അത് നമുക്കൊരു പ്രതിസന്ധി വന്നാണ്ടല്ലേ ഷാഹിന. ഞാൻ മനോഹരനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ഒരു വാടക വീട് നോക്കാൻ. ഇനി അഥവാ നമ്മൾ ഇവിടെ കയറ്റിയില്ലെങ്കിൽ നമുക്ക് ആ വീട്ടിലേക്ക് മാറാം കേട്ടാ. അയ്യോ, അപ്പൊ അതുവരെ എനിക്ക് കുളിക്കാൻ ബാത്റൂമിൽ പോകുന്നു വേണ്ടേ? അതിന് ഇന്ന് നിന്നെ എന്റെ റൂമിലേക്ക് ഞാൻ കൊണ്ടുപോകില്ലേ? ഞാനിങ്ങനെ താഴേക്ക് വരും, എന്നെ ആരെങ്കിലും കാണില്ലേ? ഷാഹിന, ഞാൻ ഇവിടുന്ന് താഴെ ഇറങ്ങി ചെന്നിട്ട് ആരും ഇല്ലാത്തൊരു സമയം നോക്കി നിന്നെ കോൾ ചെയ്യും. അപ്പൊ നീ ഇവിടുന്ന് നേരെ ഇറങ്ങി വരുമ്പോ ഒരു ഗോണിപ്പടിയുണ്ട്. ആ ഗോണിപ്പടി ഇറങ്ങി വരുമ്പോ താഴെ ലെഫ്റ്റ് സൈഡിൽ ഒരു റൂമുണ്ട്. അമ്പിളീസ് കേബിൾ നെറ്റ്വർക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് വാതിലുമ്മ. ആ മുറിയുടെ വാതിൽ ഞാൻ തുറന്നിട്ടേക്ക, നീ അങ്ങോട്ട് കയറിയാൽ മതി, ഞാൻ അതിന്റെ അകത്തുണ്ടാവും കേട്ടാ. ലെഫ്റ്റ് സൈഡിൽ ഇറങ്ങി വരുമ്പോ താഴെ ബോർഡ് നോക്കിയാൽ മതി, നീ വേറെ ഒന്നും നോക്കണ്ട. ആ ബോർഡുള്ള റൂം എന്റെ റൂമാണ്. കഴിച്ചോ അത്? അതേ, നീ എന്താ ഈ ബാഗ് ഇങ്ങനെ അമുക്കി പിടിച്ചാണ്? എന്തെന്നാ അതിലെടുത്തോണ്ട് വന്നേക്കണത്? ഇതിലെന്റെ ഒരു ഡ്രസ്സുള്ളൂ. വേറെ ഡ്രസ് ഉണ്ടാ? ഒരെണ്ണുണ്ട്. ആ അപ്പൊ നീ ഇറങ്ങി വരുമ്പോഴേ ഈ പറുത മാറ്റിയിട്ട് ആ ഡ്രസ്സ് ഇട്ടോ. ഇനി പറുത കണ്ടിട്ട് ആരും തല്ലിയലിച്ച് വീഴാൻ നിൽക്കണ്ട. ഡ്രസ്സാവുമ്പോ വല്ല കുമാരി അതിലെ ഇതിലെ പോണേന്ന് ഓർത്തോളും കണ്ടാലും കേട്ടാ. ഞാൻ പോയിക്കോട്ടെ എന്നാ അങ്ങോട്ട്. വിളിക്കണേ. അവിടെ ചെന്ന ആരും ഇല്ലാത്തൊരു സമയം വന്നാ നിന്നെ വിളിക്കും. നീ തയ്യാറായിട്ടിരിക്കണം. ഇവിടെ ഇരുന്ന് ഉറങ്ങിയൊന്നും ചെയ്യരുത് കേട്ടാ. കഴിക്കോ, വെള്ളവും കുടിച്ചോട്ടാ. എന്നാ ആയിക്കോട്ടെ. പിന്നെ ഫോൺ ഫുൾ ചാർജ് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഞാൻ ഇതില് വിളിച്ചോളാം. ശരിയെന്നാ. വരൂല, നീ അങ്ങാട് വരണം. വിളിക്കണേ. ആ വേഗം വിളിക്കാം.
മടി മാറാലെയാണ്. ഈ ചെക്കന് ഈ മുറി ഒന്ന് വൃത്തിയാക്കി വെച്ചൂടെ? എല്ലായിടത്തും എന്റെ കൈ എത്തണം എന്ന് പറഞ്ഞ എന്താ ബലരാമേട്ടാ? ഒന്നിങ്ങി വാ, എന്താണ്? ഒന്നിങ്ങി വാ. ആ ദേ വരുന്നേ. ഒരു പണി എടുക്കാനും സമ്മതിക്കില്ല. അപ്പുണ്ണിയേട്ടാ ആരാ? ഓ ഹൈ 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 അവിടെ ഇരിക്കി. കല്യാണക്കാര്യം പറയുമ്പോ അപ്പം ചാടുകയാണ്. ഹലോ, എന്താണ്? ഇല്ല, എന്റെ സിഗ്നല് കറക്റ്റ് ആയിട്ടില്ല. കിട്ടിയാ ഞാൻ ഉടനെ എത്തിക്കാം കേട്ടോ. ഞാൻ അതിനുവേണ്ടി പരിശ്രമിച്ചോണ്ടിരിക്കയാണ്. കിട്ടിയാ ഉടനെ തരാ കേട്ടോ. ആ ഹാ ഹാ അപ്പൊ വിളിക്കണ്ട, ഞാൻ ക്ലിയർ ചെയ്തോളാം അത്. ഓക്കെ. ആ ഇതാരാ വിളിച്ചത്? ഇതാ മനോഹരൻ കിടന്ന് വിളിക്കാൻ ആവശ്യമില്ലാതെ. മുതലാളി, ഈ മനോഹരനാ? ഈ മനോഹരനല്ല, ഇത് മറ്റേ കസ്റ്റമർ മനോഹരൻ, മറ്റേ പുന്നക്കെഴുത്ത മനോഹരൻ ചേട്ടൻ. അച്ഛാ, ഇവന്റെ കയ്യിൽ എന്തൊക്കെയോ കള്ളക്കളി ഉണ്ട്, അത് ഉറപ്പാ. എന്ത് കള്ളക്കളി നീ പറയണത്? മുതലാളി എന്നോട് ക്ഷമിക്കണം, ഒരു തെറ്റ് പറ്റിപ്പോയി. എന്നാടാ എവിടെയെങ്കിലും കണക്ഷൻ തെറ്റി കൊടുത്താ? അതല്ല മാമ. മനോഹര, അതെ അല്ല പറയാ നീ വന്ന്. ഇല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ വന്നേ, ഞാൻ പറയാം. വന്നേ, എന്ത് കൈ കഴിയട്ടെ. നീ അങ്ങോട്ട് പോയിക്കോ. അച്ഛനോട് ചെയ്യാ, ഒരു വകതരവില്ലാത്ത ഒരുത്തനെയാണല്ലോ കൊണ്ട് നടക്കണത്. എന്താ മജീദ് ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെന്നാ പറയാ? പങ്കി കളിക്കാതെ എന്റെ മോളെ ഇറക്കി വിടാൻ. എന്തൊരു കഷ്ടം. എന്താ
എന്താ പങ്കി എനിക്ക് മനസ്സിലാവണില്ല അളിയ. എന്തൊക്കെ പുള്ളി പറയണ്ട, ആള് മുള്ളുമ്പോ നിൽക്കണു, മോളെ ഇറക്കി വിടുന്നൊക്കെ പറയണ്ട. അത്തും പിത്തും പറഞ്ഞ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? അതെ, എന്റെ മോൾ ഇതിനകത്തുണ്ട്. അവളെ മര്യാദയ്ക്ക് കൊണ്ട് ഇറക്കി വിട്ടെ. മോളോ? ഏത് മോള്? ആരുടെ മോള്? പങ്കി, എനിക്ക് ഇയാൾ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കും മനസ്സിലാവണില്ല അളിയ. അതല്ല ഞാൻ അങ്ങനെ കിടന്ന് തിരിയണേ. ഞാൻ മനസ്സിലാക്കി തരാം. നിങ്ങളുടെ ഇളയ മോനുണ്ടല്ലോ അമ്പിളി, അവൻ എന്റെ മോളെ തട്ടിക്കൊണ്ടുവന്ന് ഇതിനകത്ത് ഒളിപ്പിച്ചു വെച്ചേക്ക. മര്യാദയ്ക്ക് അവളെ ഇറക്കി വിടാൻ. ഞാൻ എന്ത് എനിക്ക് മനസ്സിലാവില്ല. നിങ്ങളോട് ആരാ പറഞ്ഞത് നിങ്ങളുടെ മകളെ ഇവിടെ താമസിപ്പിച്ചിട്ടുണ്ടെന്ന്? ആര് പറഞ്ഞെന്നാ? ലാസർ കോഴിക്കവലയിൽ കടാടത്തേണ്. പറഞ്ഞു കൊടുക്കും ലാസർ അങ്ങോട്ട്. അതായത് ഞാൻ എന്റെ കടയിൽ നിൽക്കുന്ന സമയത്ത് ഒരു പെട്ടിയോട്ട ചീറി പാഞ്ഞോടെ വന്ന് നിൽക്കുന്നു. അതിൽ ആ പറതിയിട്ട പെണ്ണിനെ കയറ്റിക്കൊണ്ട് പോണത് ഞാൻ എന്റെ ഈ 2 കണ്ണു വെച്ച് കണ്ടതാണ്. പിന്നീട് എനിക്ക് മനസ്സിലായത് അത് മജീദിക്കയുടെ മകളാണെന്നും ആ പെട്ടി ഓട്ടർഷത് ഈ വീട്ടിലാണെന്നും. പിന്നെ ലോകത്ത് ആകെ ഒരു പെട്ടി ഓട്ടർഷല്ലോ ഈ വീട്ടിലത്തെ. അതൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ പറയട്ടെ, ഇയാള് പറയുന്നൊന്നും എനിക്ക് പറഞ്ഞിട്ട് മനസ്സിലാവില്ല. എനിക്കും മനസ്സിലാവില്ല. അതല്ലേ ഈ പ്രശ്നം. എന്നാ ഞാൻ മനസ്സിലാക്കി തരാം. നിങ്ങളുടെ ഇളയ മോനില്ലേ അമ്പിളി, അവൻ എന്റെ മോളെ തട്ടിക്കൊണ്ടുവന്ന് ഇതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന്. ഇറക്കി വിടാൻ ഇങ്ങോട്ട്. ഞാൻ എന്തുവാടാ കേൾക്കുന്നത്? എനിക്കറിയില്ല. ഒരു കാര്യം അവനെ വിളിച്ചോണ്ട് വാ. പറയാ കേൾക്കാം. നീ അവനെ വിളിച്ചോണ്ട് വരാൻ ചെല്ല്. വിഷമിക്കണ്ട, പരിഹാരം ഉണ്ടാക്കാം. ഉണ്ടാക്കി തരും. മതി. എന്താ അച്ഛാ പ്രശ്നം? ആർക്കറിയാ? അച്ഛൻ വന്നേ. എന്താ? ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ വീട്ടിനകത്തൊരു പെണ്ണുണ്ടെന്ന്? അത് ഇയാളുടെ മോളായിരിക്കും. വിവരക്കേട് പറയാതെ. വിവരക്കേട് ആയിക്കോട്ടെ. വിവരക്കേടാ. അമ്പളിപ്പ് വരും, അപ്പൊ കാണാം. എന്നാലും എന്റെ ബാപ്പ പാവല്ലേ? പാപ്പ പാവമാണ്. അതല്ലേ നിന്നെ വളർത്തി വലുതാക്കി എനിക്ക് തന്നത്. അത് നമുക്കൊരു വൈരാഗ്യവും ഇല്ല. ഇതൊന്നും സമാധാനമാവുന്നവരെ അവരൊക്കെ നമ്മുടെ ശത്രുക്കൾ തന്നെയാണ്. തന്നില്ലല്ലോ, ഞാൻ വന്നല്ലേ. എങ്ങനെയായാലും പങ്ക്യാമനാണോ? ആ അമ്മാവനാണ്. കാര്യങ്ങളൊക്കെ തീരുമാനമായി. എന്ത്? കയ്യോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അല്ല, കുഴപ്പമല്ലോ ഉണ്ടായോ? കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ജീവിതത്തിൽ ചെയ്തിട്ടില്ലല്ലോ. എന്താ മാവ് ചെയ്യണം? എന്ത് ചെയ്യാനാണ്? വിളിക്കുന്നുണ്ടോ? അവിടെ അച്ഛനുണ്ട്, മറ്റവനുണ്ട്, അപ്പുണ്ണിയുണ്ട്. ഒരു പണിയമ്മാവാ. ഇപ്പൊ എനിക്ക് അവിടെ വന്നിട്ട് ഒന്നും പറയാനില്ല. ഓക്കെ, എന്നാ ഞാൻ പോയിട്ട് പറയാം. ഇല്ല, ഒന്നിക്ക് അമ്മാവൻ എന്തെങ്കിലും ഒരു നമ്പർ ഇട്. എന്റെ ഇനി നമ്പറൊന്നും ഇല്ല, പൂജ മാത്രമേ ഉള്ളൂ. ഉള്ളതൊക്കെ എടുത്ത് തന്നില്ലേ? ഇനി എന്ത് ചെയ്യാൻ? അല്ല, 1-2 ദിവസം ഒന്നും കൂടെ വാന്നേ, വെറുതെ തമാശ കളിക്കാൻ നിൽക്കാതെ. അല്ല, എന്താ പറയണം അമ്പിളി, നീ സ്വന്തം അച്ഛന്റെ മുഖത്ത് നോക്കി കള്ളം പറഞ്ഞോ? വിശ്വസിച്ചോളും. എന്നിട്ട് നീ എന്റെ മുഖത്ത് നോക്കി പറയടാ എന്റെ മോളെ അറിയില്ലെന്ന്. പറയടാ. അമ്പിളി എന്താ വെച്ചാ? നീ സത്യം എന്താണ് ഞാൻ പറയണ്ടേ അമ്പിളി? എന്തിനെങ്ങനെ വെറുതെ ചാവാ നിക്കണേ? വെറുതെ ആവശ്യമില്ലാണ്ട് വെറുതെ എങ്ങനെ മനുഷ്യനെ പ്രയാസപ്പെടുത്താൻ ഉണ്ടെങ്കിൽ സത്യം പറയേ. അമ്പിളി പറയടാ, ഇല്ലെങ്കിൽ ഞാൻ പറയും. നീ എന്ത് കുന്ത്രാണ്ട? എന്തറിയാ നിനക്ക്? ചുക്കറിയില്ല. നീ പറഞ്ഞേ പറയ്. നീ വെറുതെ ഉരുണ്ട് കളിച്ചിട്ട് കാര്യമൊന്നുമില്ല. സത്യം എന്താ ചെപ്പ ഇവിടെ പറയണം. അച്ഛനാ ചോദിക്കണേ. മജീദ് പറഞ്ഞ നേരാണ് അച്ഛാ. ഷാഹിനാനെ എനിക്കറിയാം. അവള് ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ തന്നെ വെച്ചാ ഈ നാട്ടിലോ? നമ്മുടെ വീട്ടില്. നമ്മുടെ വീട്ടിലോ? അയ്യോ, എന്തൊക്കെ ഞാൻ ഈ കേക്കണ എന്റെ ദൈവമേ. ഞാൻ ഒരു അമ്മാവനായിട്ട് എന്നോട് നിനക്ക് പറയാനില്ല. അപ്പൊ അമ്മാവൻ എന്തിനാ ഈ നാടകം കളിക്കണേ? അവിടെ ടാർപോളിന് മുഞ്ഞു കൊണ്ടുവന്നല്ലേ അമ്മാവൻ? ഒരു ഒറ്ററിനാണ് തന്ന മറ്റേ കൈയും കാലൂടി ഓടിയും. അപ്പൊ സത്യം പറഞ്ഞാ കുഴപ്പം. അച്ഛാ, ആ പെണ്ണ് തട്ടുംപുറത്തുണ്ട്. ഇത്രയും ദിവസം ഈ വീട്ടിലൊരു പെണ്ണുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ എന്നെ കളിയാക്കിയില്ലേ? ആ പെണ്ണത്. നീ പോടാ മോളൊന്നും കാര്യാക്കണ്ടാ. അമ്മേ, എന്താ? അമ്പിളി വിളിച്ചിറക്കിക്കൊണ്ടുവന്ന പെണ്ണത്. ഇത്രയും ദിവസം മച്ചന്റെ മുകളിലായിരുന്നു. ഇപ്പൊ ഉള്ള വാപ്പ വന്നപ്പോ ഇറങ്ങി വന്നതാ.
അപ്പുണ്ണി നീ വെറുതെ അനാവശ്യം പറയാണ്ട് പോയേ. അമ്മ ഞാൻ കാര്യമായിട്ട് പറയണമ്മേ. മോളെ ഒന്നും കാര്യാക്കണ്ട. അവനെ ആരോട് എന്തൊക്കെയാ പറയണ്ടേന്നൊന്നും ഒരു ബോധമില്ല ചില നേരത്ത്. അമ്മ ഞാൻ പറയുന്നത് സത്യാണേ. അപ്പുണ്ണി പോയ അവിടുന്ന്. ഞാൻ പറഞ്ഞില്ലേ നിന്നോട്. അമ്മേ, എന്താ മോളെ? അപ്പുണ്ണിയേട്ടനെ വഴക്ക് പറയണ്ട. അപ്പുണ്ണിയേട്ടൻ പറഞ്ഞത് ശരിയാ. ഞാൻ അമ്പിളിക്കടോടെ ഇറങ്ങി വന്നതാ. എന്താന്ന്? ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. എങ്ങനെയുണ്ട്? എണീക്കടി, എണീക്കടി, കടക്കടി പുറത്ത്, ഇറങ്ങി പോവാൻ. ഷാഹിന, എന്താ അമ്മയെ കാണിക്കണത്? എന്താ അമ്മേ ഓരോ തോന്നിയാസം കാണിച്ചു വെച്ചിട്ട് വന്ന് നിൽക്കുന്നവൻ. ഈ തറവാടിന്റെ നിലവില എന്താന്ന് നിനക്ക് അറിയോടാ? എല്ലാം അറിഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ കുന്തം വിഴിയ പോലെ നിന്നോട്ടാ. എന്താ കൊട്ടിലപ്പാട്ട കാര്യക്കാരന് ഒന്നും പറയാനില്ലേ? നാവിറങ്ങി പോയടാ നിന്റെ. നീ ഇവിടുത്തെ വിവരങ്ങളൊന്നും അറിഞ്ഞില്ലേ? അറിഞ്ഞു. കൊടുക്കടാവല്ലോ കാരണത്തിന് രണ്ടെണ്ണം. കൊടുക്കേണ്ടതൊക്കെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടവർ കൊടുത്തിട്ടുണ്ട് ചേച്ചി. ഇനി വൈകിയ ഒന്നാമത്തെ അടിച്ചോണ്ട് മാത്രം കാര്യമില്ലല്ലോ. അമ്മേ, 2 അമ്മാവന് കൊടുക്കണം. എന്താ ഈ ചെക്കൻ പറയുന്നത്? പിന്നെ ആ പെണ്ണിനെ ടാർപ്പോണിലെ കെട്ടി വലിച്ച് കൊണ്ടുപോകുന്ന അമ്മാവനും കൂടിയാ ഞാൻ. ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് തട്ടിന്റെ മുകളിൽ താമസിപ്പിക്കുക, എന്താ നമ്മുടെ വീട്ടിൽ നടക്കുന്നത്? ഇനിയിപ്പോ ആ വക കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ടൊരു കാര്യമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. പങ്കിയാമ്മ, നമ്മുടെ വീട്ടില് അവൻ ആരോ കൈ അയഞ്ഞ് സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവന് ഇതിനുള്ള ധൈര്യം ഉണ്ടാവില്ല. അതിനുള്ള ആംബിയർ ഇല്ല അവന്. ശരിയാ, ആ പുണ്യ സഹായിച്ചിട്ടുണ്ടാവും. അപ്പുണ്ണിയാ? ഏയ്, അപ്പുണ്ണിക്ക് അതിനുള്ള ഗഡ്സ് ഇല്ല. പിന്നാരാ? ഞാൻ വിചാരിക്കണതേ അച്ഛനാവുന്നാണ്. അത് ശരിയാ അല്ലേ? അച്ഛൻ സഹായിച്ചിട്ടുണ്ടാവും. അല്ല പങ്കിയാമ്മ, നിങ്ങൾ ഇന്നലെ അവന്റെ കൂടെ അവിടെ പുറത്ത് മറ്റേ കാക്കാരിശ നാടകം കളിക്കണ പോലെയുള്ള അങ്ങനെ വെപ്പും പൊലിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതെന്താ സംഭവം? എന്ത് സംഭവം? അവൻ ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് പിന്നാലെ നടക്കുമ്പോ അതിന് മറുപടി പറയണമെന്നല്ലാണ്ട് എന്താ ഞാൻ അവനെ സഹായിക്കാൻ നടക്കാൻ നീ വിചാരിക്കണേ? അല്ല, അമ്മാവ് ഇപ്പൊ അവനെ സഹായിച്ചാലും ഞാൻ അതിൽ ഒരു തെറ്റും പറയില്ല. അതൊരു അമ്മാവൻ അനന്തരവന് ചെയ്തു കൊടുക്കേണ്ട സഹായം തന്നെയാണ് അല്ലേ? അപ്പോ അനന്തരവൻ ഗത്യന്തരമില്ലാതെ ഒരു പെൺകുട്ടിയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാല് അമ്മാവൻ അവനെ സഹായിക്കുന്നുള്ളത് സ്വാഭാവികമായിട്ടും അവൻ വിചാരിക്കും. ഇല്ലേ? അതിപ്പോ അവനല്ല, വേറെ ആരാണെങ്കിലും എന്നെ ഉണ്ടായിട്ടുള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.